അടുത്ത ഉല്ലാസ് ബാബു, ഇപ്പോൾ കേരളത്തിൽ നിന്നും BJP നേതാക്കളുടെ ഒരു സംഘം ഛത്തീസ്ഗഡിലേക്ക് പോകുന്നു എന്നാണ് കേട്ടത്. അപ്പോൾ താങ്കൾ പറഞ്ഞത് എല്ലാം നിയമപരമായി നടക്കുകയാണെങ്കിൽ പിന്നെ എന്ത് പരിശോധിക്കാനാണ് പോകുന്നത്? അയ്യോ, ഇനിയിപ്പോൾ അതിന് സ്മൃതി എടുത്തിട്ട് വരും വേണം. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. അല്ലല്ല, ബഹുമാനനായിട്ടുള്ള അച്ഛൻ ഒരു കാര്യം പറഞ്ഞു, ബജറംഗ് ദളുമായി പറഞ്ഞപ്പോൾ ഉല്ലാസ് ബാബു അതിന് അനുകൂലിച്ചു. അച്ഛോ, തെറ്റാണ് കേട്ടോ, ഞാനൊരു അനുകൂലം ഉണ്ടായിട്ടില്ല. തെറ്റ് ആര് ചെയ്താലും അത് പരിപൂർണമായി തെറ്റാണ് എന്ന് തന്നെയാണ് പറഞ്ഞത്. സ്മൃതി അത് കേൾക്കാത്ത എന്താ വെച്ചാൽ നേരത്തെ എന്നോട് തല്ലൂടെയായിരുന്നു. അതുകൊണ്ടാണ് ബഹുമാനായിട്ടുള്ള അച്ഛൻ അത് തെറ്റിദ്ധരിച്ചതാണ്. അച്ഛനോട് അത് കൃത്യമായിട്ട് പറയട്ടെ. രണ്ടാമത്തെ കാര്യം, ഞാനൊരു കാര്യം പറയട്ടെ. അച്ഛൻ പറഞ്ഞല്ലോ, അച്ഛൻ രാജീവ് ചന്ദ്രശേഖറിനെ വിളിച്ചില്ലേ? ബഹുമാനായിട്ട് ഞങ്ങളുടെ സംസ്ഥാന അധ്യക്ഷൻ എന്തെങ്കിലും മോശകരമായിട്ട് പറഞ്ഞോ? അദ്ദേഹം ഇടപെടേണ്ടത് കൃത്യമായി ഇടപെട്ടില്ലേ? PMO ആയിട്ട് ബന്ധപ്പെട്ടില്ലേ? അവിടുത്തെ മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ടില്ലേ? ആഭ്യന്തര മന്ത്രിയുമായിട്ട് ബന്ധപ്പെട്ടില്ലേ? ഇവിടുന്ന് ഒരു ടീമിനെ അങ്ങോട്ട് അയച്ച് ഇവിടുത്തെ ബഹുമാനരായിട്ടുള്ള കന്യാസ്ത്രീകൾക്ക് മറ്റുള്ള പ്രയാസത്തിൽ കൃത്യമായിട്ടുള്ള നിയമ ഇടപെടലുകൾ ഉണ്ടാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് കേരളത്തിൻ്റെ സപ്പോർട്ട് എന്ന രീതിയിൽ, BJPയുടെ സപ്പോർട്ട് എന്ന രീതിയിൽ അനൂപാന്യയുടെ നേതൃത്വത്തിലുള്ള ആളുകൾ അങ്ങോട്ട് കൃത്യമായിട്ട് പോകുന്നില്ലേ? രാജീവ് ചന്ദ്രശേഖർ ബഹുമാനായിട്ടുള്ള അധ്യക്ഷൻ എന്തെങ്കിലും തരത്തിലുള്ള ഒരു നെഗറ്റീവ് സംസാരിച്ചോ? എന്തടിസ്ഥാനത്തിലാണ് ഈ സ്മൃതി അച്ഛനെ കൊണ്ട് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് വർത്തമാനം പറയിപ്പിക്കാൻ ശ്രമിക്കുന്നത്? അവരുടെ രാഷ്ട്രീയമാണ്. അച്ഛൻ അത് വീണു പോകരുതെന്നാണ് ഒരു അപേക്ഷയുള്ളത്. പിന്നെ സ്മൃതിയോടൊരു കാര്യം പറയാനുള്ളത്, 200 കിലോമീറ്റർ അപ്പുറത്തുനിന്നുള്ള ദർഗിലേക്ക് വരുമ്പോൾ 60 കിലോമീറ്റർ അപ്പുറത്ത് ദണ്ഡേവാഡ എന്ന് പറയുമ്പോൾ റെയിൽവേ സ്റ്റേഷൻ, അതിൻ്റെ അപ്പുറത്ത് വരുമ്പോൾ സ്വാഭാവികമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പരസ്പര വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന ഒരു നിയമപരമായിട്ടുള്ള തീരുമാനം, അതിൽ നിരപരാധികളുണ്ടെങ്കിൽ പരിപൂർണ്ണമായിട്ട് വർഷങ്ങളായി അവിടെ പ്രവർത്തിച്ചിരുന്ന പറയട്ടെ. എന്തൊരു കഷ്ടമാണ് നോക്കി. ഈ വെറുതെ എന്ത് ഇടപെട്ടിട്ട് വല്ല സുഖം കിട്ടില്ല, എനിക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങൾ ഞാൻ പറയുമ്പോൾ എന്തിനാണ് ഇടപെടുന്നത്? ആ കാര്യം കേട്ടിട്ട് പറഞ്ഞൂടെ? നേരത്തെ ഞാൻ പറഞ്ഞ കാര്യം കേൾക്കാത്തോണ്ടല്ലോ. ഉല്ലാസ് ബാബു ബജറംഗ് ദളിനെ കുറിച്ച് മറുപടി പറഞ്ഞില്ല എന്ന് പറഞ്ഞത് അതിൻ്റെ ഇടയിൽ കേട്ട് വർത്താനം പറഞ്ഞുകൊണ്ട് കേൾക്കണ്ടല്ലേ? അപ്പോൾ അത് കേൾക്ക്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു വെച്ചാൽ, സിസ്റ്ററെ, ഒരു കാര്യം ഞങ്ങൾ വളരെ വ്യക്തമായിട്ട് പറയാം. ഇവർ മാധ്യമപ്രവർത്തകർ എടുക്കുന്ന ഡിസിഷൻ, അല്ലെങ്കിൽ ഇവരെടുക്കുന്ന നറേറ്റീവ്, അല്ലെങ്കിൽ ഇവർ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു പർവ്വതം എന്ന് പറയപ്പെടുന്നത് ഞങ്ങളും BJPയും ബഹുമാനരായിട്ടുള്ള ക്രിസ്ത്യൻ സഹോദരന്മാരും ക്രിസ്ത്യൻ സമൂഹവും തമ്മിൽ വലിയൊരു തർക്കം ക്രിയേറ്റ് ചെയ്യാൻ ഇവരുടെ രാഷ്ട്രീയ അജണ്ടയാണ്. ഇവരതിനെ വൈകാരികമായിട്ട് ക്രിയേറ്റ് ചെയ്യും, ഇവരതിനെ കൃത്യമായിട്ട് കൊണ്ടുപോയിട്ട് വക്രീകരിക്കും. അതിലൊന്നും വീണു പോകരുത് എന്നാണ് ബഹുമാനരായിട്ടുള്ള ക്രിസ്ത്യൻ സഹോദരന്മാരോട് പറയുന്നത്. ഞങ്ങളും ഈ പ്രതിസന്ധിയിൽ പ്രയാസം കൃത്യമായിട്ട് അനുഭവിച്ചവർക്കൊപ്പം, ഒപ്പം തന്നെ നിരപരാധികളെ നിങ്ങളുടെ കൂടെ ഉണ്ട്. ഞങ്ങളും നിങ്ങളും എന്നൊക്കെ പറയുമ്പോൾ ദീപിക മുഖപ്രസംഗം വായിച്ചോ? ഒന്ന് പറയട്ടെന്ന്. അല്ല, പറയുന്നതാണല്ലോ, ചോദ്യം ചോദിക്കാൻ പാടില്ല. പിന്നെ നിങ്ങള് അല്ല, നേരത്തെ കുറെ കാര്യങ്ങൾ അങ്ങോട്ട് ചോദിക്കുന്ന സമയത്ത് അതിന് മറുപടി പിന്നെ ഞാൻ തന്നെ പറയണ്ട. എന്റെ നിഴലിൽ ഒന്ന് മറുപടി പറയൂ. പിന്നെ നിങ്ങൾ പറഞ്ഞ കാര്യത്തിന് മറുപടി പറഞ്ഞായിട്ട് ഞാനെന്താ പൊട്ടാ? താങ്കൾ നിയമപരമായ അവിടെ കാര്യങ്ങൾ നടക്കുകയാണെന്നല്ലേ പറഞ്ഞത്? അല്ലല്ലോ, ഞാൻ ഇപ്പൊ അവര് മൂന്ന് പേരും പറഞ്ഞ കാര്യത്തിന് ഞാൻ താങ്കൾ ഈ പറഞ്ഞ ഇവിടുത്തെ BJP നേതൃത്വം പ്രധാനമന്ത്രിയെ ബന്ധപ്പെട്ടു, അവിടുത്തെ പ്രധാനപ്പെട്ട കേന്ദ്രത്തിലെ നേതാക്കളെ ബന്ധപ്പെട്ടു. താങ്കൾ പറഞ്ഞല്ലോ ഛത്തീസ്ഗഡിലെ മുഖ്യമന്ത്രിയെ ബന്ധപ്പെട്ടു. അങ്ങനെയെങ്കിൽ ആ ബന്ധപ്പെടലിനൊക്കെ ശേഷമുള്ള ഛത്തീസ്ഗഡിലെ മുഖ്യമന്ത്രിയുടെ പ്രതികരണമാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കണ്ടത്. എന്താ ഛത്തീസ്ഗഡിലെ മുഖ്യമന്ത്രിയുടെ പ്രതികരണം? രണ്ടാമത്തെ കാര്യം, ആരാണ് പൊളിറ്റിക്കൽ കളർ കൊടുക്കുന്നത്? റിലീജിയൻ 1968 മധ്യപ്രദേശില്, രാജസ്ഥാനില്, കർണാടകയില് ഇതൊക്കെ ഈ കൺവെർഷനെതിരെ നിയമം പാസ്സാക്കിയത് സ്മൃതി വാദിക്കുന്ന കോൺഗ്രസ് പാർട്ടിയാണ്. പിന്നെ സന്തോഷ് കുമാർ ഒരു കാര്യം പറഞ്ഞില്ലേ, അവർ CSI സഭയിലുള്ളവരാണ്. ആ രണ്ട് പെൺകുട്ടികളും CSI സഭയിലുള്ളതാണ്. ഞാൻ പറഞ്ഞ നിയമം പാസ്സാക്കിയത് കോൺഗ്രസ് പാർട്ടിയാണെന്നാണ്. അതിനെന്തിനാ കിടന്ന് ഒളിയിടണേ? താങ്കൾ നല്ല ഭാഷ ഉപയോഗിച്ചാൽ താങ്കൾക്ക് നല്ലത്. പിന്നെ താങ്കളുടെ നിലവാരമായി അത് വിലയിരുത്തപ്പെടും. ഉല്ലാസ് ബാബു, താങ്കൾ ചർച്ചയിൽ ഉപയോഗിക്കുന്ന ഭാഷ നന്നാക്കാൻ സ്മൃതിയുടെ നിലവാരത്തിലേക്ക് വരാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. നുണയും തട്ടിപ്പും വക്രവും പറയുന്ന ആളുടെ നിലവാരത്തിലേക്ക് വരാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. നിർബന്ധിത മതപരിവർത്തനം എന്നതും ഇഷ്ടത്തോടെ മതപരിവർത്തനവും രണ്ടും രണ്ടാണ്. ഒന്നാമത്തെ കാര്യം, അവിടെ മതപരിവർത്തനം നടത്തിയിട്ടില്ല എന്ന് സഭ ഉറപ്പിച്ചു പറയുന്നു. ആ രണ്ടുപേരും CSI സഭയിലുള്ളവരാണ് എന്ന് ഉറപ്പിച്ചു പറയുമ്പോൾ ഈ
പറയുന്ന കള്ള എഫ്ഐആറിനെ കുറിച്ച് അങ്ങേക്ക് എന്താണ് പറയാനുള്ളത്? ഞാൻ അങ്ങോട്ട് പറയുന്നൊന്ന് കേൾക്കാനുള്ള ക്ഷമ കാണിക്കും ബഹുമാന്യായ സഹോദരി. അതായത് സന്തോഷ് കുമാർ പറഞ്ഞതിൻ്റെ കാര്യങ്ങൾക്കൊന്നും മറുപടി പറയട്ടെ. സന്തോഷ് കുമാറെ, ബഹുമാനായിട്ടുള്ള ശ്രീ MP, അങ്ങയോട് കാര്യം ചോദിച്ചോട്ടെ. ജോസഫ് മാഷ്ട കൈ വെട്ടിയപ്പോഴും പാലാ പള്ളിയിലേക്ക് നിങ്ങൾ യുദ്ധം വെട്ടിയപ്പോഴും ഈ താമരശ്ശേരി ബിഷപ്പിനോട് നീതികേട് പറഞ്ഞപ്പോഴൊന്നും നിങ്ങൾക്കുണ്ടാവാത്ത ആ വിഷമമുണ്ടല്ലോ, ആ വിഷമം ഇപ്പം കണ്ടതിൽ വളരെ സന്തോഷമുണ്ട്. പിന്നെ FIRൻ്റെ കാര്യം പറഞ്ഞു. ഈ സ്മൃതി അടക്കമുള്ള ബാധിക്കുന്ന വിത്ത് വതച്ച് കൊയ്യാൻ ആഗ്രഹിക്കുന്ന കോൺഗ്രസ് പാർട്ടിയുടെ ആളുകൾ ഈ പിണറായി വിജയനെ തടഞ്ഞ വിഷയത്തിൽ മിനിറ്റുകൾക്കകം FIR വീണ സമയത്ത് മിണ്ടാതിരുന്നവരാണ് നിങ്ങൾ. നിങ്ങൾ ഈ തട്ടിപ്പിന്റും വെട്ടിപ്പിന്റും നിങ്ങൾക്ക് വിഷയത്തിൽ മറുപടി ഇല്ലെങ്കിൽ നിങ്ങൾ നാലുപാടേക്കും ചിതറും, നാലുപാടേക്കും പോകും. സഭയില്ലാത്തതുകൊണ്ട് ഉല്ലാസ് ബാബു അടുത്ത ദിവസം കന്യാസ്ത്രീകൾ പുറത്തു വരുന്നില്ലെങ്കിൽ നമുക്ക് വീണ്ടും ഇരിക്കാം. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.